എനിക്ക് വെയിറ്റിംഗ് ആയിരിക്കും. ഒരു നല്ല അമ്മയാണെങ്കിൽ മറ്റേ മോൻ കൊടുക്കാം. അതുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നത്. ഇനി ഞാൻ പഠിപ്പിച്ച പോലെ ചെയ്യാ. ഞാൻ നേരത്തെ കള്ള ഇവന് ഒരു കുന്തറിയില്ല. കുറച്ചു നേരം മുമ്പ് ഞാൻ കാണിച്ചത് എങ്ങനെയാ ഉണ്ടാക്കണ്ടേ. ഞാൻ ഈ ചൂട് വെണ്ണ എടുത്ത് ഒഴിക്കും കേട്ടാ. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇത് നമ്മുടെ സ്റ്റോറിനെ കുറിച്ചുള്ള വ്ളോഗ് അല്ല, പക്ഷേ രാവിലെ സ്റ്റോറിൽ വന്നിരുന്നു. കാരണം നമ്മുടെ ബാങ്കോക്ക് ഫാഷനിൽ നിന്ന് കുറേ പുതിയ കളക്ഷൻസ് ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കഥയുണ്ട്. എൻ്റെ അമ്മോ, കരച്ചിലും പിഴിച്ചിലും. ഞങ്ങൾ വിചാരിച്ച അടച്ച് പൂട്ടേണ്ടി വരും. അതിൻ്റെയൊക്കെ കഥയായിട്ട് ഞാൻ ഉടനെ വരാം. പക്ഷേ ഇന്നത്തെ നമ്മുടെ വേറൊരു സംഭവമാണ്. ഞാനും അമ്മയും കൂടെ എനിക്ക് ഒരു ഭയങ്കര ക്രേവിങ് വന്നിട്ട് ഒരു സിമ്പിൾ ഈസി കുക്കിംഗ് വീഡിയോ ആണ്. പക്ഷെ ചോക്ലേറ്റിന്റെ കുക്കിംഗ് വീഡിയോ ആണ്. അപ്പൊ എന്റെ ഷോപ്പിൽ നിന്ന് ഇപ്പൊ നേരെ വീട്ടിലേക്ക് പോവാണ്. അവിടെ അമ്മ ആണ്. ഡ്രസ്സുകളൊക്കെ വന്നിട്ടുണ്ട്. പ്രിയ ബാങ്കോക്കിലിട്ട് കുറെ പേര് ചോദിച്ച സംഭവങ്ങൾ, അതിന്റെ മൾട്ടിപ്പിൾ കളേഴ്സ് ഉണ്ട്. കളക്ഷൻസ് ഒക്കെ കാണിക്കാം. കുറെ പുതിയ ബ്രാൻഡ്സും വന്നിട്ടുണ്ട്, അവരൊക്കെ കാണിക്കാം. കഫ്താൻസ് വന്നിട്ടുണ്ട്, ടോപ്സ് ഉണ്ട്, സ്കേർട്സ് ഉണ്ട്, ജീൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. സോ എന്തായാലും കളക്ഷൻസ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാം. കുറെ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. വെരി ഹാപ്പി ഇതെല്ലാം ഇവിടെ എത്തിച്ചേലും. മിക്കി മൗസിന്റെ കളക്ഷൻസ് ഉണ്ട്. കഫ്താൻസ് ആണ് നമുക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. ഇതുപോലത്തെ കുറെ ഫുൾ ലെങ്ത് ഡ്രസ്സസ് വന്നിട്ടുണ്ട്, കോഡ് സെറ്റ്സ് ഉണ്ട്, ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ നേരെ വീട്ടിലേക്ക് പോട്ടെ. അമ്മ അവിടെ വെയിറ്റിംഗ് ആയിരിക്കും. ഓക്കെ, എല്ലാം സെറ്റാണ്. അമ്മ ഉണ്ടാക്കിയില്ല. ഞാൻ ഇവിടെ വരുമ്പോഴേക്കും എനിക്ക് വെയിറ്റിംഗ് ആയിരിക്കും. ഒരു നല്ല അമ്മയാണെങ്കിൽ മറ്റേ മോൻ പണി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴേക്കും ഇങ്ങനെ എന്താ സദ്യ പോലെ വിളമ്പി വെക്കണം. അമ്മയ്ക്കും അതുപോലെ ചെയ്യാമേ. അത് ചെയ്യാം. മോൻ വരുമ്പോ അമ്മയ്ക്കുള്ളതൊക്കെ റെഡിയാക്കി വെച്ചാൽ എന്താ? മോൻ വരുമ്പോ അമ്മയ്ക്കുള്ള റെഡിയാക്കി വെക്കും. അമ്മയ്ക്ക് ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞാണ്, അമ്മ മറ്റേ ഇന്റർനെറ്റിൽ നിന്ന് കോപ്പി അടിച്ച പുതിയ റെസിപ്പി വെച്ച് എനിക്കൊരു നല്ല ചോക്ലേറ്റ് ഉണ്ടാക്കി തരും. അപ്പൊ റെസിപ്പി പറ. ഇന്റർനെറ്റിൽ നിന്നല്ല, പിന്നെ എന്റെ സ്വന്തം കാൽക്കുലേഷനാ. ഞാൻ ഇന്റർനെറ്റിന്റെ ആള്, യൂട്യൂബിന്റെ ആളല്ല. അല്ല, ആ കൂടെ കാണുന്ന എന്റെ ചാനലാണ്. അത് ടൈം ഉണ്ടെങ്കിൽ പാടി കഴിഞ്ഞിട്ടേ കാണാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഹോം മെയ്ഡ് ചോക്ലേറ്റ് എത്ര വർഷത്തെ പഴക്കം കാണും റെസിപ്പിക്ക്? ഒരു 10-20 വർഷം. 20 ഒന്നല്ല അമ്മ, അധികമുള്ളുണ്ടാവും. കാണും. ആച്ചിയുടെ റെസിപ്പി അല്ലല്ലോ, അമ്മയുടെ തന്നെ. ഞാൻ കോളേജില് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ തുടങ്ങിയത്. അപ്പൊ തൊട്ട് ഇങ്ങനെ ഉണ്ടാക്കി 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 നിനക്ക് എന്തോരം നീ കഴിച്ചിട്ടുണ്ട്. എനിക്ക് എന്റെ ഒരു അമ്മയുടെ ഫേവറേറ്റ് റെസിപ്പിയില് ഫേമസ് ആയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഓബ്വിയസ്ലി ചോക്ലേറ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ മാലാഡും ഉണ്ട്, പിന്നെ നമ്മുടെ ബിരിയാണി, അമ്മയുടെ ബിരിയാണി, അതൊരു തവണ കാണിക്കണം. അത് ഒരു രക്ഷയില്ല. അതിനെ കാട്ടി അടിപൊളിയാണ് പോർക്ക് വിൻഡാലു, പിന്നെ ചിക്കൻ തോരൻ. ഇത്രയാണ് മെയിൻ സംഭവങ്ങൾ. എന്താ ചിക്കൻ പാലക്കറി? അത് ഞാൻ കഴിച്ചിട്ടൊന്നും ഇല്ല. ആ മറ്റേ ബിരിയാണി അരപ്പ് വെച്ച് ഉണ്ടാക്കുന്നതാണോ? അതല്ല. ഓക്കെ, അപ്പൊ അതൊക്കെ കാണിക്കാൻ പയ്യെ പയ്യെ സമയം കിട്ടുമ്പോ. ഓരോ മണിക്കൂറിന് എത്രയായി? 21 രൂപ മതിയോ? നിങ്ങൾ തന്നെ പറ. ഞാൻ കൊണ്ട് നടക്കണോ? വേണ്ട വേണോ? വേണ്ട. അപ്പൊ കാണിക്കാം എന്തൊക്കെയാണ്. ഭയങ്കര ഈസിയാണ്, പക്ഷെ വെളിയിൽ നിന്ന് വാങ്ങുന്നതിനും കാട്ടി ഒരു 100 times ബെറ്റർ ആണ്. കാരണം ഒരു ആർട്ടിഫിഷ്യൽ സാധനങ്ങളും ഇല്ല. മറ്റേ വെളിയിലത്തെ ചോക്ലേറ്റ് എടുത്ത് നോക്കിയുണ്ടല്ലോ, നമുക്ക് അറിയാത്ത ഒരു 50 ഇൻഗ്രീഡിയൻസ് കാണും. ഇതിൽ ആ കൂടെ 4 എണ്ണം, മേ ബി 5 എണ്ണം വെള്ളം കൂടെ ചേർത്ത്. ഓക്കെ, ഒന്നുമില്ല, പ്യോർ ആണ്. കൊടുക്കാം. അതുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ മൈക്ക് എടുത്തോണ്ട് വരാം. ഓക്കെ, പറഞ്ഞോളൂ. ആദ്യമേ ഇൻഗ്രീഡിയൻസ് പറയാം. ഓക്കെ, ഫസ്റ്റ് വേണ്ടത് മിൽക്ക് പൗഡർ. അത് ഇപ്പൊ ദിലു വാങ്ങിച്ചത് അമൂല്യയുടെയാണ്. കുഴപ്പമില്ല ഏതായാലും. ഓക്കെ ഓക്കെ, നമ്മള് കുവൈറ്റിലായിരുന്നപ്പോഴായിരുന്നു ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. കാരണം നിഡോ ആയിരുന്നു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഓക്കെ, അത് മിൽക്ക് പൗഡർ, ഓക്കെ, കൊക്കോ, ഓക്കെ, ഷുഗർ, ഓക്കെ ഓക്കെ, പിന്നെ ബട്ടർ, പിന്നെ വെള്ളം. ഇനി ഇതിന്റെ കണക്ക് പറയാം. ആദ്യമേ ആദ്യമേ എങ്ങനെയാ പറയാമോ? ആദ്യമേ ഇതെങ്ങനെയാന്ന് വെച്ചാല്, ഞാനിപ്പോ ഏറ്റവും മിനിമം എടുക്കുന്ന, കാരണം ഇത് മുക്കാലും ദിലു തിന്ന് തീർക്കും. എന്നിട്ട് പറയാൻ ഡയറ്റിംഗ് ആണ്. ഞാൻ ഭയങ്കര ഡയറ്റിംഗ്. ഇതുണ്ടാക്കി എനിക്കറിയാം. ഞാൻ അവിടെ പോയിട്ട് വരുന്നതിന് എനിക്ക് കിട്ടൂല. അതാണ് ഞാൻ പിശുക്കി ഏറ്റവും കുറച്ച്, ഇതിലും കുറച്ച് ഉണ്ടാക്കാൻ എനിക്ക് അറിയില്ല. അത് കാരണം മിനിമം ആണ് ഉണ്ടാക്കുന്നത്. 1 കപ്പ് മിൽക്ക് പൗഡർ. ഓക്കെ, അതെങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം ഗ്ലാസ് ഒരു 200 ml ഗ്ലാസ് ആയിരിക്കും, അതിന് 1 കപ്പ്. ഇതിന് 1 കപ്പ്. ഇനി അത് കുറച്ചിടുക.
എന്നിട്ട് ഒരു കപ്പ് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ്. ഓക്കെ. അതിൽ 1 ടേബിൾ സ്പൂൺ ഇപ്പം ആദ്യം എടുക്കുക, അതിട്ടു. ഇനി അതിൻ്റെ പുറത്ത് വീണ്ടും കുറച്ച്, പിന്നെയും അതിൻ്റെ പുറത്ത് കൊക്കോ പൗഡർ. എല്ലാം കൂടെ അങ്ങോട്ട് ഒരുമിച്ച് ഇട്ടാ മതി. അങ്ങനെ ഒന്നും ഇട്ടാൽ ശരിയാവില്ല, നീ ചുമ്മാ ഇരിക്കേ, വെറുതെ ഓരോ കണ്ടുപിടുത്തൊക്കെ വരും അമ്മ. ഞാൻ വേറെ ഒരാളാ. ഇനി ബാക്കി ഇട്ടു പോ, മതിയോ? മതി. ഇനി അതിന്റെ മേളില് കൊക്കോ പൗഡർ. ഇതപ്പോ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണിന്റെ സൈസ് ഉണ്ട് കേട്ടോ. എന്തോ അല്ല, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ അല്ലേ? 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ടു. ഒരു കപ്പിന് പാൽപ്പൊടിക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ടു. ഓക്കെ. ഇനി ഇത് രണ്ടും കൂടെ ഇതിങ്ങനെ മാറി മാറി ഇടുന്ന എന്തിനാന്ന് വെച്ചാൽ സീവ് ചെയ്യുമ്പോൾ അങ്ങനെ വരും, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരും. ഇല്ലെങ്കിൽ ഒരു ലെയർ പാൽപ്പൊടി അടിയിൽ കിടക്കുന്നത് മേളിൽ കൊക്കോ വരും. അങ്ങനെ വരാതിരിക്കാനാണ് ഇത് ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് കൊക്കോവും പാൽപ്പൊടിയായിട്ട് ഇടുന്നത്. ബുദ്ധിയുണ്ടോ നിനക്ക്? ഇതൊക്കെ ഞാൻ ആരാന്ന് വിചാരിച്ചേ നീ? ഇനി ഞാൻ പഠിപ്പിച്ചോലെ ചെയ്യാ. കള്ള, ഇവന് ഒരു കുന്തറിയില്ല. കുറച്ചു നേരം മുമ്പ് ഞാൻ കാണിച്ചത് എങ്ങനെ ഉണ്ടാക്കണ്ടത്. ഞാൻ ഈ ചൂട് വെണ്ണ എടുത്ത് ഒഴിക്കും കേട്ടാ. ഇത് കട്ടയൊക്കെ ആയത് കാരണം ഒന്ന് സീവ് ചെയ്യാണ്. ഇങ്ങനെ ഒരു പ്രാവശ്യമല്ല, 3 to 4 ടൈംസ് ചെയ്യണം, എന്നാലും ഇത് കംപ്ലീറ്റ് മിക്സ് ആവുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് പറ്റും, ചോക്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ചിലയിടത്ത് വൈറ്റ് കളർ, ചിലയിടത്ത് ഡാർക്ക് ബ്രൗൺ, ചിലയിടത്ത് ലൈറ്റ് ബ്രൗൺ. അത് പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം, ഒരേ കളറിൽ കിട്ടണമെങ്കിൽ 3 or 4 പ്രാവശ്യം സീവ് ചെയ്യാം. മിക്സിയിലിട്ട് അടിച്ചാ പോരാ? എന്താ ഈ പൊട്ട വർത്താനം പറയണെന്തിനു? അല്ല, മിക്സ് ആയ പോരാ, ഇങ്ങനെ തന്നെ ചെയ്യണം. അമ്മക്ക് ഇത് 30 വർഷം മുമ്പ് എങ്ങനെയാ ചെയ്തത് അതുപോലെ തന്നെ ചെയ്താലേ സമാധാനമുള്ളൂ. അങ്ങനെയുള്ളൂ. പുതിയ ടെക്നോളജി ഒന്നും യൂസ് ചെയ്യില്ല. അതാ പറഞ്ഞ ഞാനാ അറിയോ? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്റെ വഴി. ഓക്കെ, കണ്ട ഇപ്പൊ കണ്ടോ, ഇപ്പൊ മനസ്സിലായല്ലോ. എവിഡൻസ് കാണിച്ചു. അതപ്പോ 3 ടൈംസ് ചെയ്താൽ മതിയോ? 3 or 4 നോക്ക, നമുക്കറിയാം മാവ് വരുമ്പോ അതിന്റെ ഇത് വരുമ്പോ മിക്സ് ആവുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് 3 or 4 കൂടുതലാവുന്നുണ്ട്. ഇതിപ്പോ 2 പ്രാവശ്യം കഴിഞ്ഞു. ഇന്നൊന്നും കൂടെ നോക്കട്ടെ. കുറച്ചും കൂടെ വെള്ളം ഇവിടെ വെള്ള, ഇവിടെ ബ്രൗൺ. അതനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി. ഇന്ന് തിളക്കം കുറച്ച് കുറഞ്ഞു പോയല്ലോ. കുക്കിംഗ് അല്ലേ, ചൂട്. ഇല്ലെങ്കിൽ ജിഗാക്കി. ഇന്ന് മാലയും കയ്യിലുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. കയ്യിലുള്ള സംഭവം എപ്പോഴും ഉള്ളതാ. അതല്ല, ഡ്രസ്സിൽ തിളക്കമില്ല. ചൂട് അടുപ്പിന്റെ അടുത്തൊന്നും അങ്ങനെ ഇടില്ല അല്ലേ? അപ്പൊ 3 ടൈംസിൽ ഓക്കെ നോക്കട്ടെ. ഇനി ഇതിലിടുമ്പോ അറിയാം. 3 കഴിഞ്ഞാൽ ഇത് 4th ടൈമാണ്. ഓക്കെ അല്ലേ? ഇതിപ്പോ 4th ടൈമാണ്. അപ്പൊ ഇനിയും ചെയ്യാൻ പോവാണോ? ഒന്നുകൂടെ ചെയ്യും. ഇപ്പൊ ഇതിൽ വീഴണ്ടേ എനിക്ക്? അപ്പൊ ഇത് നല്ല മിക്സ് ആയി. 4 പ്രാവശ്യം ഞാൻ സീവ് ചെയ്തു. ഓക്കെ. ഇനി ഇത് സ്റ്റൗ കത്തിച്ചിട്ട്. ഇത് ഇൻഡക്ഷനിൽ ചെയ്യാൻ പറ്റില്ലേ? ഇൻഡക്ഷൻ പാത്രമാണെങ്കിൽ പറ്റും. എനിക്ക് ഗ്യാസ് സ്റ്റൗ ഒക്കെ മതി. വിറകടുപ്പുണ്ടെങ്കിൽ ഇൻഡക്ഷൻ ഉണ്ട്, എയർ ഫ്രയർ ഉണ്ട്, മൈക്രോവേവ് ഉണ്ട്, OTG ഉണ്ട്. പറ്റില്ല. ഓക്കെ. ഇനിയിപ്പോ ഞാന് അല്ല, പഞ്ചസാര പൊടിക്കണ്ടേ? വേണ്ട. ഉറപ്പാണോ? ആണ് ദിലു. വയസ്സായതുകൊണ്ട് ഓർമ്മശക്തി. ഞാൻ വയസ്സോ? എന്നെക്കാട്ടി വയസ്സന്നാ നീ കള്ളൻ. എന്റെ ഓർമ്മയില് നിനക്ക് ഓർമ്മയില്ല. കണ്ട, അതാണ് എന്റെ ഓർമ്മയിൽ അത് പൊടിച്ചിട്ടാണ് ചെയ്യേണ്ടതെന്നാണ്. ഉറപ്പാ? എന്നാ കുഴപ്പമില്ല, ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. ടേസ്റ്റ് ഒരിക്കലും മറക്കില്ല. ഇത് 3/4 കപ്പ് ഇട്ടു. കരിക്കരുത്. കരിയാമത് എപ്പം തന്നെ വെള്ളം ഒഴിച്ചു. ഓക്കെ. വെള്ളം കുറച്ച് മതിയാ, ഷുഗർ മെൽറ്റ് ചെയ്യാൻ മാത്രം. അപ്പൊ അത് ഏകദേശം ഒരു 150 ml. ജസ്റ്റ് പഞ്ചസാര മുങ്ങിക്കിടക്കണം, അത്ര മെൽറ്റ് ആക്കണം. പഞ്ചസാര നല്ലപോലെ മെൽറ്റ് ചെയ്യണം. അപ്പൊ ഷുഗർ സിറപ്പ് പോലെ. ഷുഗർ സിറപ്പ് റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടുമല്ലോ? അതൊന്നും പറ്റൂല ദിലു. അതും പറ്റില്ല. അത് ഹോം മെയ്ഡ് ആവുമോ? അതാവില്ല. അതാണ് കംപ്ലീറ്റ് ഹോം മെയ്ഡ് ആണ്. കംപ്ലീറ്റ് ഹോം മെയ്ഡ് ആയിരിക്കണം അല്ലേ? ഓക്കെ. ഇത് ഷുഗർ നല്ലപോലെ മെൽറ്റ് ആയി. ഓക്കെ. ഈ വെള്ളം ഒരുപാട് നിങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ അതിങ്ങനെ ഭയങ്കര മഴവെള്ളം പോലെ കിടക്കും. അപ്പൊ നമ്മൾ അത്രയും നേരം ഇട്ട് ഇളക്കണം. അത് നല്ല ക്യൂബ്സ് ആക്കി മുറിച്ചെടുക്കാൻ. ക്യൂബ്സ് ആക്കണോ? ഇത് നമ്മൾ പ്ലേറ്റിലാക്കിയിട്ട് ചോക്ലേറ്റ് ആയിട്ട് മുറിച്ചെടുക്കണമെങ്കിൽ അത് അത്രയും തിക്നെസ് വേണ്ടേ? ടൈം എടുക്കും. അത് കാരണം കുറെ സമയം ഉണ്ടല്ലോ അളക്കരുന്ന്. ഞാൻ ഇട്ടേച്ച് പോകും കേട്ടാ. ഓക്കെ. എന്നിട്ട് ഇതിപ്പോ
വേഗം തീർത്തിട്ട് പോയി പാടാനല്ലേ? ഷുഗർ മെൽറ്റ് ചെയ്തില്ലോ. ഇനി അടുത്തത് എന്താന്നറിയോ? ബട്ടർ ഇടുക. അത് കറക്റ്റ് എത്ര ഗ്രാംസ് ആന്നൊക്കെ പറയാം. ഇത് 1/2 കിലോ ബട്ടറാണ്. ഇത് അൺസോൾട്ടഡ് ബട്ടർ. ഇത് ഏകദേശം ഒരു 1/2 കിലോ ഞാൻ ഇടുക, 250 ഗ്രാം. ബട്ടർ കൂടുന്തോറും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അത് വേണ്ട, ഇത് ഏകദേശം 250ലും കുറച്ച് കുറവുണ്ട്. 200 ഗ്രാംസ് ഇട്ടാൽ മതി. അമ്മയ്ക്കാണ് കൊതി എന്നെയും കാട്ടി. ഞാൻ ചോക്ലേറ്റിന്റെ ആളല്ലേ. ഇതിപ്പോ പതുക്കെ ഇടുന്ന എന്താന്ന് വെച്ചാൽ തെറിക്കും. ഇത്രയും മതി. മെൽറ്റ് ആകണം. തീ കുറച്ച് വെക്കുക. സിമ്മിലേക്ക് ആക്കിയിട്ട് ആ ബട്ടർ അതിപ്പോ മെൽറ്റ് ആവുമല്ലോ. മെൽറ്റ് ആവണില്ലെങ്കിൽ ആ വെള്ളം വേഗം വറ്റിപ്പോവും. അപ്പൊ നമുക്ക് ഇതിട്ട് ഇളക്കണം ഇനി പൗഡറെ. അപ്പൊ അതുകൊണ്ട് ഈ ബട്ടർ മെൽറ്റ് ആവട്ടെ. കിച്ചൺ മൊത്തം ഒരു ബേക്കറിയുടെ വേണം. ബട്ടർ പൊതുവെ നല്ലതാട്ടോ. നിങ്ങൾ മുടി പൊടിച്ചലിനൊക്കെ ഞാൻ ഇന്ന് നാളെ തൊട്ട് കഴിക്കാൻ പോകും. ഡെയിലി എല്ലാ മാസം എനിക്ക് 1/2 കിലോ. സൂപ്പറാ. എന്റെ അമ്മ പോലും കഴിച്ചിട്ടുള്ളത്. അമ്മയുടെ മുടി കണ്ടിട്ടുണ്ടോ? കൊളസ്ട്രോള് മറ്റേ 360 പോകും ബട്ടർ കഴിച്ചാലോ. പിന്നെ കുറച്ച് കഴിക്കാം. അല്ല ഡെയിലി ഒരു ഭയങ്കര നല്ലതാ. ഗീ ഭയങ്കര നല്ലതാ. ഞാൻ എംപ്റ്റി സ്റ്റൊമക്കിൽ എന്റെ ഡേ തുടങ്ങുന്നത് 1 സ്പൂൺ ഗീ ഇല്ല. അത് ഹൃത്തിക് റോഷനും അങ്ങനെയാ, പ്രീതി സിന്റെ അങ്ങനെ, ശില്പ ഷെട്ടി അങ്ങനെയാ. ഞാൻ ഇവര് ആരുമല്ല. ഞാൻ മാത്രം. എന്നാ ഗീ കഴിക്കണ്ട, ബട്ടർ തന്നെ ഡെയിലി 1 സ്പൂൺ. അപ്പൊ 1 മാസം കഴിഞ്ഞിട്ട് അമ്മയുടെ മുടി കാണിക്കുന്നതായിരിക്കും. മധുരം ഉണ്ടോ നോക്കണോ? കൺസിസ്റ്റൻസി നോക്കുക. ഇത് ഏകദേശം ഇതുപോലെയാവോ? ഇനി കട്ടി ആവണം, കുറച്ചും കൂടെ ആവണം. 1 ത്രെഡ് ആകണം. ഇങ്ങനെ ആക്കുമ്പോ 1 ത്രെഡ് ഇങ്ങനെ വരണം. 2 ആയാലോ? 2 ആയാൽ ഭയങ്കര ഹാർഡായി പോകും. പിന്നെ എന്നെ പറയരുത് ആരും, ഞങ്ങളുടെ പല്ല് പോയി തിന്നിട്ടെന്നുള്ള ബോംബ് പോലെ ഇരിക്കും. 1 ത്രെഡ് ആവണം. 1 ത്രെഡ് ഇങ്ങനെ നല്ല തിക്കായിട്ട് ഇങ്ങനെ ആക്കുമ്പോ 1 ത്രെഡ് വരും. അതാണ്. അപ്പൊ ആയില്ലെങ്കിൽ ആക്കണം ഒന്നും കൂടെ. നീ പോയതിലും ഓടുന്ന. ഓക്കെ, ഇനി വേഗം ബട്ടർ ഇട. വെപ്രാളം പിടിച്ച് എല്ലാം താഴെ ഇടരുത്. ഇല്ല, കണ്ടോ? 1 ത്രെഡ് ആവുന്നവരെ. ഓക്കെ, അത് കഴിഞ്ഞ് ഇത് ഒരു കൈ കൊണ്ട് ഇടുക, ഇത് ഒരു കൈ സ്റ്റെയർ ചെയ്തോണ്ട്. ഇതൊക്കെ കുറച്ച് പാടാണല്ലോ. ഇത് ഒരാൾ ഇടണം, ഒരാൾ ഇളക്കണം. അപ്പൊ കറക്റ്റ് ആയിട്ട് വരും. ഇനി വരൂ ഇത്. പിന്നെ എക്സ്പേർട്ട് ആയതുകൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നല്ലേ. സോപ്പിടല് ഇതാണ് സംഭവം. എനിക്ക് എന്താണെന്നറിയോ, ഞാൻ പറഞ്ഞുതരാം. എന്റെ ഫേവറേറ്റ് സാധനം ഈ ചോക്ലേറ്റ് ആവുന്നതിന് മുമ്പ് ഈ പാനിൽ കുറച്ച് ബാക്കി കാണും. അത് ഭയങ്കര ടേസ്റ്റ്. കേക്ക് ബാറ്റർ ഒക്കെ ടേസ്റ്റ് പോലെ ഇതിന്റെ നമ്മൾ സെറ്റ് ആവുന്നതിന് മുമ്പ് ഒരു ടേസ്റ്റ് കാണും. അത് വേറെ ലെവലാണ്. ഒരു സ്പ്രെഡ് പോലെ ആയിരിക്കും, ഒരു കട്ടിയുള്ള ചോക്ലേറ്റ് സ്പ്രെഡ് പോലെ. ഈ സ്പൂൺ നക്കുന്നത്, കേക്ക് ബാറ്ററിന്റെ സ്പൂണൊക്കെ നക്കുന്ന പോലെ ഇതിന്റെ സ്പൂണും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇത് ഞാൻ കൊക്കോ പൗഡർ ഇടുന്നതിന് മുമ്പേ സ്റ്റൗ ഓഫ് ചെയ്തു കേട്ടോ, കാരണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. എന്നിട്ട് ഇത് കുറച്ചു നേരം അങ്ങ് ഇളക്കുക. പക്ഷെ സ്മൂത്ത് ആയോ? സ്മൂത്ത് ആവും അത് ചൂടുകൊണ്ടേ. 1 കപ്പ് പഞ്ചസാരക്ക് 1/2 കപ്പ് വെള്ളമാണല്ലോ പറഞ്ഞത്. അത് വേണ്ട. 1/2 കപ്പിന് 1 കപ്പിന് 1 കപ്പോ 1.25 കപ്പോ വെള്ളം ഒഴിച്ചോ. എന്തിനാന്നറിയോ? ഈ മാവ് അതിൽ കിടന്ന് ഇങ്ങനെ വെന്ത് വരുമ്പോൾ നല്ല സ്മൂത്ത് ആവുള്ളൂ. ഇതിപ്പോ ഞാൻ അതിന് മുമ്പേ എടുത്തു നോക്കിയപ്പോ പിരിപിരാന്ന് വരുന്നു. കുറച്ചൊരു മഡിന്റെ ടെക്സ്ചർ അത് മാറും. ഇങ്ങനെയാവും. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് ഷുഗറിന് 1 കപ്പ് വെള്ളം ഇട്ട് മിക്സ് ചെയ്താൽ എല്ലാം ശരിയായ. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ആ ഗ്ലേസിംഗ് ഉണ്ട്, സ്മൂത്ത്നെസ് ഉണ്ട്. ആ മാവ് പോലെ അല്ലാതെ ഇറ്റ് ലുക്ക് ലൈക്ക് ഒരു തിക്ക് പേസ്റ്റ് പോലെ ആയിരിക്കും. ഓൾമോസ്റ്റ് ആ ഒരു തിക്ക് പേസ്റ്റ് ആയാലേ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നല്ല രീതിയിൽ സെറ്റ് ആവുള്ളൂ. സ്മൂത്തും ആയിരിക്കും. ഭയങ്കര ഒരു സ്മൂത്ത് ഡാർക്ക് മിൽക്ക് ചോക്ലേറ്റ് പോലെ ആയിരിക്കും. ഇത് ഹാർട്ടിന് നല്ലതാ, അറിയോ? കൊക്കോ പൗഡർ ആണോ? നല്ല ഹാർട്ടുള്ളവർക്ക് കേട്ടോ, എന്നെ പോലെ. അതിന്റെ ഇടയ്ക്ക് വേദു എത്തിയിട്ടുണ്ട്. അവനിന്ന് ഭയങ്കര സ്റ്റൈലാണ്. കളർ ഡ്രസ്സിലൊക്കെയാണ് പോയിരിക്കുന്നത്. അവനെ പിക്കണേ. അവൻ വരുന്നതിന് മുമ്പ് കുക്കിംഗ് തീർക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. ഇനിയിപ്പോൾ അവന്റെ ബഹളമായിരിക്കും. ഭയങ്കര സ്റ്റൈലാണ്. കാണിച്ചു തരാം. ഫ്രൈഡേ ആകുമ്പോൾ ഭയങ്കര ഷോ ഓഫാണ് ഈ വേദു. ബസ് വരുന്നുണ്ട്. ഏറ്റവും സൗകര്യം ഇതാണ് കേട്ടോ. ബസ് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തും. എളുപ്പമാണ് കാര്യം. ആയിരിക്കും മിക്കവാറും വരുന്നത്. കണ്ട ഫുൾ ഷോ ആയിരിക്കും. ഫുൾ ഷോ
എന്ത് പറഞ്ഞു ശ്രുതി മാം? ഷാറുഖ് ഖാനെ പോലെ എന്ന് പറഞ്ഞാ? ഒന്നും പറഞ്ഞില്ലേ? ഞാൻ വിളിച്ച് ചോദിക്കട്ടെ ശ്രുതി മാമിനെ. വാ നോക്കട്ടെ, ഡ്രസ് നോക്കട്ടെ. ഓ പോക്കറ്റിലൊക്കെ കൈയിടാൻ വേണ്ടിയാ. നോക്കില്ല ഇങ്ങോട്ട്. സൈഡ് പ്രൊഫൈലൊക്കെ കാണിക്കുള്ളൂ അവൻ. സൂപ്പർ. ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞപ്പ, തൊപ്പിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പയല്ലേ വാങ്ങി തന്നെ, എങ്ങനെ അറിയാന്നോ? അമ്മൂമ്മ ചോക്ലേറ്റ് ഉണ്ടാക്കുക. ഭയങ്കര ടേസ്റ്റി ചോക്ലേറ്റ്. അപ്പ ബേബി ആയിരുന്നപ്പോ കഴിച്ചോണ്ടിരുന്ന ചോക്ലേറ്റ് ആണ് ഇപ്പൊ അമ്മൂമ്മ വേദുവിന് വേണ്ടി ഉണ്ടാക്കുന്നത്. വേദുവിന് സാധനം ഉണ്ടോ ബാഗില്? ഷാർക്കാ? നോക്കട്ടെ. ഓക്കെ, ആ വേദുവിനെ വിളിച്ചോട്ട് വരുമ്പോഴേക്ക് സാധനം എടുത്താ? പിന്നെ അടുപ്പത്ത് വെക്കാൻ പറ്റുമോ? അത് പറ്റില്ല. സെറ്റ് ആയാ? പിന്നെ ഓ, എനിക്ക് ആ പാത്രത്തിൽ നിന്ന് നക്കുന്ന സീൻ കാണിക്കണായിരുന്നു. അതിലില്ല, അതൊക്കെ ഞാൻ ചുരണ്ടി എടുത്തോ? ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ, അപ്പൊ ഒരു ഫൈനൽ ലുക്ക് ഏകദേശം ഇങ്ങനെ വരും. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു 10-20 വർഷം മുമ്പും ഇങ്ങനത്തെ ഒരു പ്ലേറ്റിൽ തന്നെയാണ് വെച്ചുകൊണ്ടിരുന്നത്. ഈ പ്ലേറ്റിന്റെ അടിയിൽ ബട്ടർ ഇടില്ലേ? കുറച്ച് ഗ്രീസിന് വേണ്ടി കുറച്ച് ബട്ടർ ഇട്ടിട്ട് ഇത് ഇങ്ങനെ വെക്കും. എനിക്ക് ആക്ച്വലി ഞാൻ ഇങ്ങനെ ടേസ്റ്റ് ചെയ്തൊന്ന് കാണിച്ചു തരാം. കണ്ട, എനിക്ക് ശരിക്കും ഇങ്ങനെ എടുത്ത് ചോക്ലേറ്റ്. ഇതാരുണ്ടാക്കിയ? വാവ്! ഷാർക്കിനെ കഴിച്ചോ? ആരുണ്ടാക്കിയത്? ശ്രുതി മാമോ? സൂപ്പർ. ഇത് ചൂടോടെ കഴിക്കാനുണ്ടല്ലോ. ഓൾ ഗുഡ് ചൈൽഡ്ഹുഡ് മെമ്മറീസ് വിൽ ബി വൺ ഓഫ്. ഇത് റിലേറ്റ് ചെയ്യുന്ന എല്ലാം ഭയങ്കര ഓസം ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആയിരിക്കും. എനിക്ക് ഭയങ്കര ടേസ്റ്റ് ആണ്. എന്തൊക്കെ ചോക്ലേറ്റ് കഴിച്ചാലും എന്റെ അബ്സല്യൂട്ട് ഫേവറേറ്റ് ഇതാണ്. അടിപൊളിയായിട്ടുണ്ടാവാ. ഇത് ഇനി കുറച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോ കട്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഷേപ്പ് ഒക്കെ ഡക്കിന്റെ ഒക്കെ കാണാം. അതൊക്കെ ഇതിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പിൽ എടുക്കാം. എന്നിട്ട് അമ്മ ഫ്രിഡ്ജിൽ വെക്കണം. പക്ഷെ എനിക്ക് ഫ്രിഡ്ജിൽ വെക്കാത്തതാണ് ഇഷ്ടം. അമ്മയ്ക്ക് പക്ഷെ ഫ്രിഡ്ജിൽ വെക്കുന്ന ഇഷ്ടം. ഹാർഡ് പോലെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ ചോക്ലേറ്റ് റെസിപ്പി റെഡി. അപ്പൊ എല്ലാരും ട്രൈ ചെയ്യാ. ഫ്ലോപ്പ് ആയ അമ്മേനെ സ്മ്യൂളി വിളിച്ച് നിങ്ങൾ വഴക്ക് പറയാ. സ്മ്യൂൾ ഐഡിയ ഒക്കെ നിങ്ങളുടെ കാണുമല്ലോ. അമ്മേനെ സ്മ്യൂളി വിളിച്ച് കംപ്ലൈന്റ് പറയാ. ഓക്കെ, അപ്പൊ എല്ലാരും കഴിച്ചിട്ട് എന്നെ വിവരം അറിയിക്കുക. ഓക്കെ, ഇൻഗ്രീഡിയൻസ് ഒന്നും മറക്കരുത്. എല്ലാം പറഞ്ഞിട്ടുണ്ട്. കൂട്ടിയ പോലെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്തിട്ട് എന്നെ കുറ്റം പറയരുത്. ഞാൻ പറയുന്ന പോലെ തന്നെ ഉണ്ടാക്കാം. അപ്പൊ അടിപൊളിയാവും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ. വണക്കം. എന്താ വലിയ തമിഴെത്തിയ എന്റെ സ്റ്റൈല് സ്മ്യൂളിലെ സ്റ്റൈലാ. ഓക്കെ, അപ്പൊ ഇത് എടുക്കാമോ? ഇനി ഇനി എടുക്കാം.